കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ വലിയൊരു നൃത്തം നടന്നു. 12,000 തൊട്ട് താഴെ നർത്തകികൾ പങ്കെടുത്ത വലിയ ഗിന്നസ് ബുക്കിലേക്ക് ഇടം നേടാൻ വേണ്ടി, റെക്കോർഡ് ഭേദിക്കാൻ വേണ്ടി നടത്തിയത്. നല്ല കാര്യം എന്ന് പറയുന്നവരുണ്ട്. പക്ഷേ അതിന് നിരവധി ലക്ഷം കോടികളുടെ പരസ്യം കിട്ടി, സ്പോൺസർഷിപ്പ് കിട്ടിയെന്ന് ആലോചിക്കണം. കൂടാതെ ഒരാളിൽ നിന്ന് തന്നെ ഏകദേശം 6,000 രൂപയോളം വാങ്ങി. അതായത് 10 മിനിറ്റിൽ താഴെയുള്ള ഈ നൃത്തം ചെയ്യുന്നതിന് അതിന് ഉടയാഭരണം എല്ലാം കൂടി കാശ് വേറെ. അതുമാത്രമോ, ഒരു കുട്ടി ശാസ്ത്രീയമായിട്ടുള്ള നൃത്തം പഠിച്ച് പുറത്തു വരുമ്പോൾ എത്ര ലക്ഷം രൂപ ചിലവാകുമെന്ന് അറിയോ? അങ്ങനെയുള്ള നർത്തകിമാർ ഇവിടെ വന്ന് നൃത്തം ചെയ്യണമെങ്കിൽ ഈ എല്ലാം കൊണ്ടുവരുന്നതോടൊപ്പം തന്നെ 6,000 രൂപ കൂടി ഫീസായിട്ട് അടയ്ക്കണം. അപ്പോൾ എത്ര കോടി കിട്ടി? കണക്കുകൾ ഇങ്ങനെ പറയുന്നുണ്ട്. കിട്ടി ആലോചിച്ചിട്ട്. അതുമാത്രമല്ലല്ലോ, ഈ നൃത്തം കാണാൻ, പ്രോഗ്രാം കാണാൻ വന്നവർക്ക് പ്രത്യേകിച്ച് ഫീസ് വേറെയുണ്ട്. അപ്പോൾ കൊച്ചിയിലെ അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ ഇത്രയും വലിയ പരിപാടി നടക്കുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. പരിപാടി നടക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്നത് ഇത്രയും വലിയ ആനയുണ്ടല്ലോ, ഇത്രയും ശരീരമുള്ള ആനയുടെ കണ്ണ് കണ്ടിട്ടുള്ളൂ എന്ന പോലെ ഇത്രയും വലിയ സ്റ്റേഡിയത്തിൽ 12,000 താഴെ നർത്തകികളും പ്രേക്ഷകരും തിങ്ങി നിൽക്കുന്ന അവിടെ സ്റ്റേജ് ഉണ്ടായിരുന്നു. ആ സ്റ്റേജ് കണ്ടാൽ തോന്നുന്നത് എന്താണ് ഇത്, സ്റ്റേജാണ്.